ഹായ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇത് ഞങ്ങളുടെ ഒരു ന്യൂ ഇയർ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയ ഒരു വീഡിയോയിൽ റോയൽ പാലസ് വിസിറ്റ് ചെയ്ത വീഡിയോയാണ് കേട്ടോ ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. റോയൽ പാലസ് ഓർ ഫൺ ഹിൽ പാലസ് അങ്ങനെ ഒന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഓർക്കില്ല, പക്ഷേ പാലസ് കണ്ടാൽ നമ്മൾ മലയാളികൾ ഓർക്കാതിരിക്കില്ല. കണ്ടില്ലേ, ഒത്തിരി മലയാള സിനിമകളുടെ ഭാഗമായിട്ട് ഉള്ളൊരു ലൊക്കേഷനാണിത്. മൈസൂർ രാജാവ് അദ്ദേഹത്തിൻ്റെ സമ്മർ ടൈം എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ ചിലവഴിക്കാനായിട്ട്, ഫാമിലിയോടൊപ്പം ചിലവഴിക്കാനായിട്ട് ഈ പാലസിലാണ് താമസിച്ചിരുന്നത്. അതിനുവേണ്ടി വാങ്ങിയിരുന്ന പാലസാണ് ഇതാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ അത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അത് റൂംസ് ആണെങ്കിലും സ്റ്റേക്ക് ആണെങ്കിലും അതുപോലെ റെസ്റ്റോറൻറ്റിനുമാണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത്. ഇങ്ങോട്ട് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊന്നും അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. നമുക്ക് എൻട്രൻസ് പോലും ഇങ്ങോട്ട് റൂംസ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റേക്ക് റെസ്റ്റോറൻറ്റിന് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് കയറാനായിട്ട് അനുവാദമുള്ളൂ. അത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു കോഫി കുടിക്കാം എന്ന് കരുതിയിട്ടാണ് ഈവനിങ് ടൈം ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്തു. അല്ലാതെ ഇവിടെ വീഡിയോസ് ഒന്നും അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. ഈ ഒരു കൊട്ടാരം നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പാലസ് ഒരു 300 ഏക്കറിനുള്ളിലായിട്ടാണ് വരുന്നത്. ഈ പാലസ് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഏരിയ ഇഷ്ടംമാതിരി ഉണ്ട്, ചുറ്റിക്കാണാൻ ഒരുപാടുണ്ട്. പുറത്താണെങ്കിലും നമ്മൾ വന്നത് ഈവനിങ് ടൈം, അതുപോലെ വിൻ്റർ ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടായി. അതുകൊണ്ട് പുറത്തത്തെ കാഴ്ചകൾ നമുക്ക് അധികം കാണാൻ സാധിച്ചില്ല. നമ്മൾ 2 ഫാമിലി ആയിട്ടാട്ടോ വന്നത്. ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് ക്ലിൻ്റൻ്റെ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. ഊട്ടിയിൽ ഫസ്റ്റ് ടൈം അല്ല എങ്കിലും ഇവിടെ വരുന്നത്, ഈ ഒരു പാലസ് വിസിറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. ലൈഫിൽ ഒരു തവണയെങ്കിലും വരണം എന്നാഗ്രഹിച്ചിരുന്ന ഒരു പാലസാണ്. ഈ മലയാള സിനിമകളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ഒരു ലൊക്കേഷൻ, ആരും മറക്കില്ല. ദില്ലിവാല രാജകുമാരൻ, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ മിസ്റ്റർ മരുമകൻ, പ്രിൻസ്, കിലുക്കം, അതിലെ ഗാനങ്ങൾ ഒക്കെ ഈ ഒരു ലൊക്കേഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ടി വിയിലൂടെ. അതെല്ലാം നമുക്ക് ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ട് മലയാള സിനിമകളെ സ്നേഹിക്കുന്ന ആരും തന്നെ അത് മറക്കില്ല. പിന്നെ അതുപോലെ തന്നെ തമിഴ് സിനിമകളിൽ ഒരുപാട് സോങ്സിനും ലൊക്കേഷനായിട്ടുണ്ട് ഈ ഒരു പാലസ്. വസീകര സോങ്, പൂവെല്ലാം കേട്ടപ്പോൾ ആ സോങ്, അങ്ങനെ ഇഷ്ടമാതിരി സോങ്സിനും ഇത് ലൊക്കേഷനായിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും കോസ്റ്റ്ലി ആണോ എന്ന് വെച്ചാൽ കോസ്റ്റ്ലി തന്നെയാണ്. കാരണം റെസ്റ്റോറൻറ്റും കോസ്റ്റ്ലിയാണ്, സ്റ്റേയും കോസ്റ്റ്ലിയാണ്. എങ്കിലും നമ്മളതൊന്നും കാര്യമാക്കിയില്ല. നമ്മൾ വന്നത് എന്തിനാണ്, ഇവിടെ ഒന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം, കുട്ടികളുമായിട്ട് ചിലവഴിക്കണം, അതൊക്കെ സാധിച്ചു. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ എപ്പോഴും വരുമ്പോഴേക്കും എപ്പോഴും കാണുന്ന കാഴ്ചകളിൽ നിന്ന് വേറിട്ടുള്ള കാഴ്ചകൾക്കാണെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വരിക, ഒരു തവണയെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു കോഫി കുടിക്കാനായിട്ടാണെങ്കിൽ ഇങ്ങോട്ട് വരിക, അങ്ങനെ ഞാൻ പറയുള്ളൂ. കാരണം എല്ലാവർക്കും അത് അഫോർഡബിൾ ആയിരിക്കില്ല. നമുക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ ഒരു തവണയെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളിവിടെ, ഇപ്പോൾ നമ്മൾ 2 ഫാമിലി ആയിട്ട് വന്നപ്പോൾ നമുക്കത് പറ്റി. അപ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് വരാൻ ശ്രമിക്കുക. ഇനിയും പുതിയൊരു വീഡിയോ ആയി കാണാം. ബൈ.